ശ്രീ പ്രശാന്ത്, ഈ NSS ആസ്ഥാനമായ പെരുന്ന ഇന്ന് മന്നം ജയന്തി ആഘോഷമാണ്. അവിടെ നടന്ന ആ സമ്മേളനമൊക്കെ വലിയ ചരിത്ര സംഭവമായി മാറുമോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം. അവിടെ രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായി എത്തുന്നു എന്നുള്ളത് വാർത്ത ഒരു ഭാഗത്ത്. അതിനോടൊപ്പം ശിവഗിരി തീർത്ഥാടന വേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് സുകുമാരൻ നായർ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കുന്നതിനെക്കുറിച്ച്. അവിടുത്തെ ശിവഗിരിയിലെ ഒരു സ്വാമിജിയാണ് ഈ അത്തരത്തിലെ ഈ ക്ഷേത്രത്തിനകത്ത് ഷർട്ട് ധരിക്കേണ്ട ഊരേണ്ടതായ ആവശ്യമില്ല എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടാക്കിയത്. പിണറായി വിജയൻ അതിനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ ഹൈന്ദവരുടെ ഇടയിലുള്ള ആചാരങ്ങൾ തകർത്ത് നവോത്ഥാന നായകനാകാൻ ശ്രമിക്കുന്ന ആളാണല്ലോ പിണറായി വിജയൻ. അതുകൊണ്ട് അത് ഏറ്റുപിടിച്ച് അതിനെ ഇപ്പോൾ സുകുമാരൻ നായർ ഇപ്പോൾ നേരിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഷർട്ട് ധരിക്കാതിരിക്കുക അത് ഓരോ ഇടങ്ങളിലെ ആചാരമാണ് വരുന്നത്. അപ്പോൾ അതിൽ എന്തായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നത്? ഷർട്ട് ഊരിക്കുമോ പിണറായിക്ക് അറിയാവുന്ന കാര്യം പിണറായി പറഞ്ഞു, സുകുമാരൻ നായർക്ക് അറിയാവുന്ന കാര്യം സുകുമാരൻ നായർ പറഞ്ഞു. ഇവർക്ക് ആർക്കും ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. പിണറായിക്ക് തീരെ അറിയത്തില്ല. പിണറായിക്ക് ദൈവം എന്തുവെന്ന് അറിയത്തില്ല. ഗുരുവായൂർ എന്നിട്ട് ഇല്ലിരിക്കുന്ന ഘട്ടമാണോ ദൈവം എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് പോകുന്നു. കഴുത്തിൽ മാലയില്ലയോ? മാലയില്ല. അപ്പോൾ ആ രീതിയിൽ പുള്ളി അത് അങ്ങനെ ആക്ഷേപിക്കുന്ന ആളാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് ആൾക്കാരെ കൊണ്ട് തോന്നിപ്പിക്കാൻ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അത് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുന്നതൊന്നുമല്ല, അതൊരു ഞാൻ പറഞ്ഞില്ലേ, അതാണ് എൻ്റെ മെറിറ്റ് എന്ന് ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വം. ഞാൻ പറഞ്ഞ സാർ അതെങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അല്ലാതെ അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമില്ല. എന്താ അവിടെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നതെന്നോ അല്ലെങ്കിൽ അവിടെ എന്തോ ഇരിക്കുന്ന അത്രയ്ക്ക് അങ്ങ് അറിയാൻ വയ്യാതൊന്നുമില്ല. കുഞ്ഞുനാളിൽ ആരുടെയെങ്കിലും കൂടെങ്കിലും ഈ പറയുന്ന അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവും. ഇത്രയും പ്രായമുള്ള ആളല്ലേ, 81 വയസ്സാവുന്നില്ലേ. അതല്ല ഈ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ഒരു വിചാരം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവവിരോധി എന്ന്. ദൈവത്തിനെ നിഷേധിക്കുന്നതിനല്ല കമ്മ്യൂണിസം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ദൈവതുല്യമായിട്ട് ജീവിക്കുന്നവനാണ് കമ്മ്യൂണിസ്റ്റ്. മനസ്സിലാക്കുന്നുണ്ടോ? പക്ഷെ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് സന്യാസി തുല്യമായിട്ട് ജീവിക്കുന്നു. ഈ ഒന്നും അറിയാത്ത രീതിയിൽ ഈ സംസാരിച്ച് ആക്ഷേപിക്കുന്ന ഒരു രീതി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മുടെ CPM-ലെ സൈദ്ധാന്തിക ആചാര്യൻ P. ഗോവിന്ദപിള്ള ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹം പുട്ടവർത്തി പോയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അവിടെ എന്താണെന്നുള്ളത് കാണണം. നമ്മുടെ മലയാലപ്പുഴ ക്ഷേത്രം ഉണ്ടല്ലോ പത്തനംതിട്ട ജില്ലയിൽ, അവിടെ ശതകോടി അർച്ചന നടന്ന സമയത്ത് അദ്ദേഹം അവിടെ പോയി വലിയ വിവാദമായത്. എന്താണെന്ന് എനിക്ക് അറിയണം, അതിനുവേണ്ടി തന്നെയാണ് പോയത് എന്ന് പറഞ്ഞു. ഞാനീ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ സന്യാസി തുല്യമായിട്ട് ജീവിതം നയിക്കുന്ന ആളായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ നിങ്ങൾ അമ്പലത്തിൽ പോകണ്ട, സന്യാസിമാർ അമ്പലത്തിൽ പോകത്തില്ല. ആണ് അതിനപ്പുറം അവരുടെ തലം. സന്യാസി നമ്മുടെ ശാസ്ത്രം അനുസരിച്ച് നമുക്കറിയാവുന്നതനുസരിച്ച് ഈ ബിംബാരാധന എന്ന് പറഞ്ഞാൽ എന്തുവാ? ബിംബത്തിൽ ഓരോ ഇപ്പോൾ ശിവൻ്റെ ആയാലും കൃഷ്ണൻ്റെ ആയാലും വിഷ്ണുവിൻ്റെ ആയാലും അതനുസരിച്ച് മന്ത്രമുണ്ട്. അത് ഈ ശിലയ്ക്കകത്ത് ആവാഹിച്ച് അത് തരംഗ സ്വഭാവത്തിൽ ഇങ്ങനെ പ്രസരിക്കുകയും അത് നമ്മൾ അമ്പലത്തിൽ അതിൻ്റെ ആ അമ്പലത്തിൻ്റെ ആചാരത്തിൻ്റെ അനുസരിച്ചുള്ള പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അത് മുറിഞ്ഞു പോവുകയും അപ്പം ഈ ചില അടുത്ത് പറയത്തില്ല നിങ്ങളുടെ ഇപ്പോഴത്തെ സമയത്തിന് ശിവക്ഷേത്രത്തിൽ പോകണം, ഇപ്പോഴത്തെ സമയത്തിന്. അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മുടെ വിശ്വാസം അനുസരിച്ചുള്ള തരംഗ സ്വഭാവം നമ്മളിൽ പതിക്കും. അപ്പം നമ്മളുടെ കുറവുകൾ പരിഹരിക്കുമെന്നാണ് ഈ ഓരോ ശിവൻ വിഷ്ണു എന്തുവാ ഓരോ ഗ്രഹങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ കുറവാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. ഏതായാലും ആ രീതിയിലുള്ള ഒരു സയൻറ്റിഫിക് സാധനമാണ് അമ്പലം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് അവിടെ ഈ ഉരുത്തിരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ ചില അമ്പലങ്ങളിൽ പറയുന്നതാണല്ലോ ഈ ഗ്രഹങ്ങൾ മാറുന്നു എന്നൊക്കെ പറയുന്നത്. അതിനകത്തൊരു സയന്റിഫിക് വശം, അമ്പലം സയന്റിഫിക് വശമാണ്. അല്ലാതെ അവിടെ ഈ പറയുന്ന കാര്യമൊന്നുമല്ല. അമ്പലത്തിനകത്ത് അമ്പലം സയന്റിഫിക് വശമാണ്. അപ്പം ഇതിനകത്ത് അപ്പം സന്യാസിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതങ്ങ് വിട്ടുപോയി. സന്യാസി അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ലെന്ന്, ഇതിനപ്പുറം അവിടെ തലം. അപ്പോൾ ഈ ബിംബത്തിനൊരു ഓറയുണ്ട്. അല്ലെങ്കിൽ ഇതുകൊണ്ടാണല്ലോ സന്യാസി അവിടെ ചെന്ന് അപ്പം ഈ അവിടുന്ന് നമ്മളിലേക്ക് ഓറ പകരുന്നത്. അപ്പം നമ്മൾ നെഗറ്റീവ് അതിനെക്കാട്ടിൽ ഓറ കുറഞ്ഞ ആളാണല്ലോ. അപ്പോൾ കറണ്ട് പോലെ എല്ലാ കാര്യവും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിൽ പ്രസരിക്കുന്നത്. സന്യാസി അന്ന് നിന്നുള്ള കുഴപ്പമൊന്നും പറയും, സന്യാസിയിൽ നിന്ന് അങ്ങോട്ട് പോകും. പുള്ളിയുടെ ഓറയായിരിക്കും കൂടുതൽ. അതെ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ബിംബത്തിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ കാര്യമില്ല.
അപ്പോൾ ബിംബമല്ലേ വീണ്ടും ചാർജ് ആകും. നമ്മൾ യഥാർത്ഥത്തിൽ അമ്പലത്തിൻ്റെ സയൻസ് എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ എണീറ്റ് മന്ത്ര ഉച്ചാരണത്തോടുകൂടി ഒരു ബിംബം ഒരു സാധനം ഒരു ബാറ്ററി ചാർജ് ചെയ്ത് ആ ബാറ്ററിക്കകത്തുനിന്ന് കറണ്ട് എടുക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നു. ഇത് വൈകിട്ടാകുമ്പോഴത്തേന് ചാർജ് തീരുന്നു, അടയ്ക്കുന്നു, ചില മന്ത്രങ്ങൾ വെച്ച് അടയ്ക്കുന്നു, അല്ലെങ്കിൽ രാവിലെ വീണ്ടും ചാർജ് ചെയ്യുന്നു. അപ്പം എന്തിനാ ചാർജ് കുറവുള്ളവനെ ചാർജ് ചെയ്യാനാണ് ഈ വെച്ചേക്കുന്നത് എന്ന് പറയാം. ഈ പറയുന്ന സന്യാസിയുടെ ചാർജ് ഇങ്ങോട്ട് കയറും. അപ്പം അവർക്ക് ചാർജ് കുറവില്ല, അവർക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. അതാ സന്യാസി എന്ന് പറയുന്നത്. ആ സന്യാസി ആവണം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ. അപ്പൊ പുള്ളി അമ്പലത്തിൽ പോകണ്ട എന്നാ ഞാൻ ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ശിവഗിരി തീർത്ഥാടന വേളയിലാണ് പിണറായി ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നത്, ഈ ഒരു SNDPയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കീർത്തനം ആലപിക്കുന്നു, എല്ലാവരും എഴുന്നേക്കുന്നു. ദൈവദശകമാണോ എന്തോ എന്തോ ആണ്. കടന്നപ്പള്ളിയും എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ കടന്നപ്പള്ളിയെ പിണറായി വിജയൻ വിളിച്ചിരുത്തുകയും ചെയ്തു. അതൊക്കെ മോശമായ കാര്യം. എന്നിട്ട് ആ SNDPക്കാർ തന്നെയാണ് വിളിച്ചിരുത്തി പിന്നെയും കൊണ്ടുവന്ന് ഇരുത്തുന്നുള്ളതാണ്. ഞാനീ പറഞ്ഞില്ലേ, അതിപ്പോ അങ്ങനെ എണീക്കാതെ വരുമ്പോൾ അതിനകത്ത് ചില ആനുകൂല്യങ്ങളൊക്കെ പുള്ളിക്ക് വേറെ ചിലത്തൊന്നും കിട്ടുമെന്നൊക്കെ കണ്ട അന്ന് എണീക്കായിരുന്നു. ഇനിയും ചാടി എണീറ്റുള്ളൂ. ആനുകൂല്യങ്ങളൊന്നും കിട്ടിയില്ലല്ലോ. ഞാൻ ഇതിനകത്തൊന്നും വിശ്വാസിയല്ല. അതിനപ്പുറം അത് കാണുമ്പോൾ സുഖം കിട്ടുന്ന ചില ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവരുടെ പുറകിലായിരുന്നല്ലോ CPM കുറേ നാൾ. അവരുടെ പുറകിൽ നടന്നതിൻ്റെ ഫലമാണല്ലോ ഇതിനകത്തുനിന്ന് ചില ആൾക്കാർ വേറെ ചിലയിടത്തോട്ട് പോയത്. അപ്പം ഇനിയും ഒരു പക്ഷേ ദേവദശക്ക് ചൊല്ലുന്നതിന് മുമ്പേ പിണറായി വിജയൻ ചാടി എണീക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ രാഷ്ട്രീയ ഗിമിക്കുകളാണല്ലോ. കാരണം അത് ദേവദശകം വത്തിക്കാനിൽ വരെ പോയതാണ്. വത്തിക്കാൻ വരെ പോയതാ. മാത്രമല്ല അതിനകത്ത് എണീറ്റില്ലെങ്കിൽ പണി കിട്ടുമെന്നും പുള്ളിക്കറിയാം. പഴയ പോലെ ദേവദശകത്തിൻ്റെ ആൾക്കാർ പിണറായി വിജയൻ്റെ പേര് കേട്ടാൽ പറയുന്നിടത്തോട് വരുന്ന അവസ്ഥയില്ല. പിണറായി വിജയൻ ഞങ്ങളുടെ ആളാണെന്നും തോന്നിയാൽ മാത്രമേ ഇനി കൂടെ നിൽക്കുന്നവരോ. ഈ ഷർട്ട് ഊരുന്ന കാര്യത്തിനകത്തൊന്നും ഇവര് ഇതിനെ സംസാരിച്ച് വലിച്ചിഴക്കേണ്ട കാര്യമില്ല. ശബരിമല ക്ഷേത്രം അത് കാനന ക്ഷേത്രമാണ്. നമ്മുടെ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രന്ഥമില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് ഏത് ഗ്രന്ഥം നോക്കിയാൽ ബൈബിളുണ്ട് ക്രിസ്ത്യാനിക്ക്, ഖുറാനുണ്ട് മറ്റേ, നമുക്ക് പ്രത്യേകിച്ച് വിശാലമാണ്. ഇവർക്ക് പിണറായി വിജയനൊക്കെ എന്തുകൊണ്ട് ഇപ്പം മുസ്ലിം ദേവാലയത്തിൽ നിസ്കരിക്കാൻ കയറുമല്ലോ, കയറുന്നുടനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചിത്രങ്ങളിലൊക്കെ. ഈ അവർ തലയിലൊരു മുണ്ട് കർച്ചീഫോ കിട്ടും. അതെന്തിനാ ഇടുന്നത്, അത് നിങ്ങൾക്ക് മാറ്റിയിട്ടിട്ട് നിസ്കരിച്ചൂടെ എന്ന് ചോദിക്കുമോ? അവര് ചോദിക്കത്തില്ല. ക്രിസ്ത്യൻ ദേവാലയത്തിലും ചോദിക്കത്തില്ല. അവർക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇത് ചോദിക്കാനും പറയാനും ആളില്ലല്ലോ. ഇതിങ്ങനെ പരന്ന് കിടക്കുമല്ലേ, വിശാലമായിട്ട് കിടക്കുമല്ലേ, അതാകുമ്പോൾ ഓടി കയറാൻ എളുപ്പമാണ്. ഇപ്പൊ ക്രൈസ്തവ ദേവാലയത്തിലാണെങ്കിൽ ഇപ്പൊ അവരുടെ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരുടെ ഒരു കുടുംബത്തിലൊരു മരണം ഉണ്ടായാൽ ഈ ബോഡി കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുവച്ചാണല്ലോ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത്. ഒരു ഹിന്ദു ആരാധനാ ക്ഷേത്രത്തിലാണെങ്കിൽ വീട് ആ ആരാധനാലയത്തിന്റെ നേരെ മുൻപിലാണെങ്കിൽ ക്ഷേത്രം അടയ്ക്കും, കുറച്ച് സമയം അടച്ചിട്ട്. മാത്രമല്ല മരിച്ച വീട്ടിൽ നിന്ന് ഒരാളവിടെ കയറണേ 16 അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആചാരം. അതിനകത്ത് ഈ സാറേ ഇതിനകത്ത് ഹിന്ദു ആചാരം എന്ന് പറഞ്ഞാൽ സാറിനറിയാമല്ലോ, സാറേ എന്നെ കാട്ടി ഓരോ അമ്പലത്തിനും ഓരോ ആചാരം ഉണ്ട്. ഓരോ അമ്പലം പോലെ. അപ്പം അതിന്റെ പ്രതിഷ്ഠയുടെ അനുസരിച്ച് അതിന്റെ ശാസ്ത്രീയത അവർക്കേ അറിയത്തുള്ളൂ. അപ്പം അതിനകത്ത് ചില അമ്പലങ്ങളിൽ ഉടുപ്പിട്ട് കയറാൻ, ചില അമ്പലങ്ങൾ ഉടുപ്പിടാതെ കയറാം. ഇതിനകത്ത് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ ശാസ്ത്രം അതിന് അപ്പുറം എന്തെല്ലാം നമ്മുടെ സങ്കല്പത്തിൽ ദൈവം എന്തെല്ലാം ഉണ്ട് ദൈവം. അത് തന്നെ അതായത് ലോകത്തുള്ളതെല്ലാം നമ്മുടെ സങ്കല്പത്തിൽ ദൈവമാണ്. നമ്മുടെ ശാസ്ത്രം അനുസരിച്ച് ദൈവമാണ്. അപ്പം അതിനെല്ലാം നമുക്ക് ആരാധിക്കാം. കല്ലിനെയും മുള്ളിനെയും ക്യാമറയും അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രസാദവും അല്ലെങ്കിൽ പ്രസാദവും. ഇപ്പൊ പിണറായി വിജയൻ തന്നെ ശബരിമലയിൽ ചെന്നപ്പോഴേ പിന്നെ വാവരുനടയിൽ ചെന്നു. ഉടനെ അവിടുത്തെ അദ്ദേഹം ഇത് കൊടുക്കും, പിന്നെ കുരുമുളക് കൊടുക്കും പ്രസാദമായിട്ട്. അത് വാങ്ങിക്കഴിച്ചു. എന്നിട്ട് വീണ്ടും കൈ നീട്ടി. ആലോചിക്കണേ. അപ്പൊ അത് ആകാം അല്ലേ? അതിന് എന്നുവെച്ചാൽ അവിടുന്ന് ഒരു സുഖം കൂടുതൽ. ഇതൊക്കെ വലിയ അപ്പം ഇതിനകത്തൊന്നും ഒന്നുമില്ല. ഇത് ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അതിനകത്ത് അത് ചർച്ചയാക്കാൻ വേണ്ടി മാധ്യമങ്ങൾ തയ്യാറാവുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ അത് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ സുകുമാരൻ നായർക്കും പറഞ്ഞാൽ മതി, പിണറായി പറഞ്ഞത് പിണറായിയുടെ കാര്യം. ഇതിനകത്ത് ഷർട്ട് ഇടാൻ പറ്റുന്നതും ഷർട്ട് ഇടാതിരിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള അമ്പലങ്ങളുണ്ട്. പിന്നെ സുകുമാരൻ നായരൊക്കെ അവർ ആലോചിക്കണം. ഇത്രയും ഇതൊക്കെ കാണുമ്പോൾ ആവേശം കൊള്ളുന്ന ആളെ, ഹിന്ദുവിന് വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരെ, അത്യാവശ്യം നായന്മാരുടെ നേതാവില്ലയോ, അവരെയെങ്കിലും സംഘടിപ്പിക്കാൻ പുള്ളി തയ്യാറാവണം. അതിനുവേണ്ടി തയ്യാറെടുപ്പുകളുണ്ടാവണം. അതിനുവേണ്ടി പുള്ളിയുടെ ഈ പറയുന്ന ന്യായം കൊണ്ട് അതിനുവേണ്ടി പുള്ളിയുടെ കസ്റ്റഡിയിലുള്ള അമ്പലങ്ങളും അല്ലെങ്കിൽ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉപയോഗിക്കണം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ അമ്പലവും സ്കൂളുകളും കോളേജുകളും ഒക്കെ ഇപ്പോൾ ഇരിക്കുന്ന അധ്യാപകർ പെൻഷനായാൽ പിന്നെ ഇല്ല.
തീർന്നുകൊണ്ടിരിക്കുക. ആവേശം കൊള്ളുകയും വിറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ സമുദായത്തിനകത്ത്. മന്നത്ത് പത്മനാഭൻ 1 രൂപ വീതം കരുതി വെച്ച് ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനങ്ങൾക്കപ്പുറം ഒരു പ്രസ്ഥാനമില്ല. അവിടെ കയറിയിരുന്ന് നേതാവ് കളിക്കാൻ നിൽക്കുന്ന ആൾക്കാരേ ഉള്ളൂ. സാധാരണക്കാരനായിട്ടുള്ള നായന്മാർക്ക് ഒരാനുകൂല്യം മേടിച്ചു കൊടുക്കുന്നതിന് ഒരു താല്പര്യം എടുക്കുന്നില്ല. കോടീശ്വരന്മാരുടെ ഒരു കമ്മിറ്റി, ഡയറക്ടറോടും എല്ലാം കൂടെ കൂടിയിരിക്കുന്ന ഒരു കമ്മിറ്റി, അതിനകത്ത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ നായരെ തീരുമാനിച്ചുകൊണ്ട് നായർക്ക് ഗുണമൊന്നും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ മന്ത്രിമാരെ കൂടുതൽ തീരുമാനിച്ചുകൊണ്ട് നായർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തില്ല. ആ മന്ത്രിമാരെ ഏതിൻ്റെ ഭാഗമായാലും പക്ഷേ നായന്മാരുടെ കാര്യം തീരുമാനിക്കുമ്പോൾ അങ്ങനെ തീരുമാനിച്ചില്ലെങ്കിൽ നാളെ കാലത്തെ ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വരത്തില്ല എന്ന് അല്ലെങ്കിൽ വരത്തില്ല എന്ന് ഉറപ്പുവരുത്തത്തോളം മന്നത്ത് പത്മനാഭൻ്റെയും കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുടെയും ഒക്കെ കൂട്ട് കരുത്തോടുകൂടി പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നതിന് തയ്യാറാണ്. അല്ലാതെ വഴിയെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ന നായരെ വിളിച്ചിട്ട് മുഖ്യമന്ത്രിയാക്കിയിട്ട് സ്വന്തം താല്പര്യവും അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നിടത്ത് ഒരു മുഖ്യമന്ത്രി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ആശ്വസിച്ച് പോകുന്നതല്ല ആ പ്രസ്ഥാനത്തിന് വേണ്ടിക്കുന്ന. അമ്പലത്തിൽ ചെരുപ്പിടുവോ ഉടുപ്പിടുവോ ബെന്യനിടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അതും അദ്ദേഹത്തിന് പറയാൻ അർഹത ഉണ്ടാവണമെങ്കിൽ അത് പറയുന്നിടത്ത് നിൽക്കണമെങ്കിൽ ഞാനീ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന ആൾക്കാരെയെങ്കിലും അദ്ദേഹം ആഗ്രഹിക്കുന്ന വരുതി കൊണ്ടിരുന്നതിന് വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അല്ലാതെ ഇപ്പം നടക്കുന്ന പോലെ നടന്നു കഴിഞ്ഞാൽ ഒരു NSS ജനറൽ സെക്രട്ടറിയെയും ഒരു നായരും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് ഞാനെന്നുള്ള എൻ്റെ മാനസികാവസ്ഥ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഒരു നായരാണ്, എനിക്ക് ഇവരെ അംഗീകരിക്കുന്നില്ല. പക്ഷേ മന്നത്ത് പത്മനാഭനെ അംഗീകരിക്കുന്നുണ്ട്. കാരണം കഥ കേട്ടാലും എനിക്ക് അംഗീകരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നോക്കിക്കാണുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയത് ഇതല്ല, അതുകൊണ്ട് എനിക്ക് അംഗീകാരമുണ്ട്. എത്രയോ വലിപ്പത്തിലുള്ള മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞാൽ എന്തെല്ലാം നടക്കുമായിരുന്നു, അദ്ദേഹം പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുമായിരുന്നു. ഇപ്പം ഈ 10 ദിവസത്തോടെ ആ മന്നത്ത് പത്മനാഭൻ അന്ന് പറയുമ്പോൾ NSSൻ്റെ കാര്യം പറയുമ്പോൾ നടന്നില്ലെങ്കിൽ കിട്ടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ഓർത്താണ് ഇന്നും ഇതിൻ്റെ പുറകെ നിൽക്കുന്ന ആൾക്കാർ. അത്രയും മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഇതിനെപ്പറ്റി പറഞ്ഞ് വിവാദമാക്കേണ്ട കാര്യമില്ല. പിണറായിയുടെ രാഷ്ട്രീയം പറയുന്നു. പക്ഷേ NSS ജനറൽ സെക്രട്ടറിക്ക് രാഷ്ട്രീയമല്ല, അദ്ദേഹം സമുദായത്തിൻ്റെ ആളാണ്. ആ സമുദായത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്ന ഒരു മാനസികാവസ്ഥയായിട്ട് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ വാക്കിന് പഴയ ചാക്കിൻ്റെ വില പോലും കിട്ടത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.